ഹായ് ഹലോ, ഞാൻ ശ്രീ പ്ലാൻസി എന്നാണ്. അപ്പോൾ ബോഗൻവില്ല വളർത്തുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റാത്ത ആണെങ്കിൽ ഒരു കാര്യം പറയാനാണ് കേട്ടോ ഞാനിപ്പോൾ ഈ ഷോർട്സ് ആയിട്ട് ഇടുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ ബോഗൻവില്ല അത്ര വെറൈറ്റീസ് ഒന്നുമില്ല കേട്ടോ, ഒരു 13 വെറൈറ്റി ഉള്ളൂ ബോഗൻവില്ല. അപ്പോൾ ഇത് നമ്മൾ ആദ്യം ഫ്ലാറ്റിൽ വെച്ചിരുന്നപ്പോൾ ഒത്തിരി തണലത്താണ് വെച്ചിരുന്നത്. പിന്നെ നമ്മൾ അതിന് ഫെർട്ടിലൈസർ ഒന്നും കൊടുക്കാറില്ല, ഇപ്പോൾ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇതുപോലെ ഒരു ഫ്ലവർ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഷിഫ്റ്റ് ആയതിന് ശേഷം നമ്മുടെ പ്ലാന്റ് ഒന്ന് വൃത്തിയാക്കി, ചോടൊക്കെ ഒന്ന് വൃത്തിയാക്കി, പുല്ലൊക്കെ കളഞ്ഞിട്ട് അതിൽ നമ്മൾ DAP എന്ന് പറഞ്ഞ ഫെർട്ടിലൈസർ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇവിടെ സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളങ്ങനെ ചെയ്തത് കേട്ടോ. പോട്ടൊന്നും മാറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതിന് തടമൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് കുറച്ച് മണ്ണൊക്കെ ഇട്ട് കൊടുത്തിട്ട് DAP എന്ന് പറയുന്ന ഫെർട്ടിലൈസർ 1 ടീസ്പൂൺ വീതം നമ്മൾ കട ഭാഗത്ത് ചേർക്കാണ്ട് ചട്ടിയോട് ചേർത്ത് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഇട്ട് കൊടുത്ത റിസൾട്ടാണ് ഈ കാണുന്നത്. അധികം ദിവസമൊന്നും എടുക്കേണ്ടി വന്നില്ല. നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഹൗസ് വാമിങ് കഴിഞ്ഞാൽ ഞാൻ ഷോർട്സൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത് കറക്റ്റ് 1 മാസം ആയിട്ടുള്ളൂ. അതും കഴിഞ്ഞിട്ട് നമ്മളൊരു ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതിന് ഫെർട്ടിലൈസർ ഇട്ട് കൊടുത്തത്. അപ്പോൾ ഒരു 25 ദിവസം ആയിട്ടില്ല, കൂടിയ 20-25 ദിവസം അതിനുള്ളിൽ കിട്ടിയ റിസൾട്ടാണ് കേട്ടോ ഇത്. അപ്പോൾ ഫെർട്ടിലൈസർ എന്ന് പറഞ്ഞാൽ DAP ഇട്ട് കൊടുത്തിട്ട് ഒരു 25 ദിവസത്തിനുള്ളിൽ കിട്ടിയ റിസൾട്ടാണ്. എല്ലാ ബോഗൻവില്ലകളിലും പൂവിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇടുന്നേക്കാളും മുമ്പ് നമ്മൾ പ്ലാന്റ് നന്നായിട്ടൊക്കെ വളർന്ന് നിൽക്കുന്ന പ്ലാന്റുകളാണെങ്കിൽ ഒന്ന് വെട്ടി ഒതുക്കി പ്രൂൺ ചെയ്യുക. അതിനുശേഷം ഈ ഫെർട്ടിലൈസർ ഒന്ന് ഇട്ട് കൊടുക്കും കേട്ടോ. ഉറപ്പായിട്ട് നമുക്ക് റിസൾട്ട് കിട്ടും. അപ്പോൾ ഇതിന് മുമ്പും നമ്മളങ്ങനെ ഇട്ട് കൊടുക്കാറുണ്ടായിരുന്നു. അപ്പോൾ പുതിയ വീടായിട്ട് ഇതിൻ്റെ ഫ്ലവറിങ് ആയി ഒന്ന് കാണാൻ വേണ്ടി ഞാൻ എനിക്ക് ഉറപ്പുണ്ടായിരുന്നില്ല ഇത്ര പെട്ടെന്ന് ഫ്ലവർ ആവുന്നു. പക്ഷേ പെട്ടെന്ന് നമുക്ക് ഫ്ലവർ തന്നു കേട്ടോ. എന്നിട്ട് നമ്മളിതെല്ലാം തന്നെ വീടിൻ്റെ ടെറസിൻ്റെ മുകളിൽ കയറ്റി വെച്ചിട്ടുണ്ട്. കാരണം ഇവിടെ താഴെ നല്ല വെയിലാണ് കേട്ടോ, പക്ഷേ നിറയെ പുല്ലാണ് കേട്ടോ. ഒരാഴ്ചയ്ക്കുള്ളിൽ പുല്ല് നിറയാണ്. അപ്പോൾ പുല്ല് കളയാൻ വല്ല വഴി ഉണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് പറഞ്ഞു തരണം കേട്ടോ. ഒരു രക്ഷയില്ല, പുല്ല് ഒരാഴ്ച കൂടുമ്പോഴേക്കും പെട്ടെന്ന് വളരെയാണ്. അപ്പോൾ നമ്മുടെ എല്ലാ ബോഗൻവില്ലകളും നമ്മൾ ഈ ടെറസിൻ്റെ മുകളിലേക്ക് കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് കാണിച്ചത് പീച്ചാണ്, പിന്നെ ഒരു മഞ്ഞ, പിന്നെ അത് 2 വെരിഗേറ്റഡ് ആണ് കേട്ടോ. പിന്നെ റെഡ്, പിന്നെ വൈറ്റ് തന്നെ പല രീതിയിലുള്ള വൈറ്റ് ഉണ്ട്. ഇത് നല്ല ഭംഗിയുള്ളൊരു ഫ്ലവർ ഉണ്ടാവണ വൈറ്റ് കളറാണ് കേട്ടോ. അപ്പോൾ റെഡ്, അതുപോലെ തന്നെ വയലറ്റ്, ഇതൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഓരോ വർഷം ഓരോ കളക്ഷൻ ആവാമെന്നാണ് ബോഗൻവില്ലയിൽ വിചാരിക്കുന്നത്. ഇപ്പോൾ 13 ഉള്ളൂ. ഇനി നമുക്ക് ഇതിൽ കൂടി കളക്ഷൻ ഉണ്ടാക്കണം. അപ്പോൾ ഫെർട്ടിലൈസറിനെ കുറിച്ച് അറിയാത്തവരൊന്ന് ഇട്ട് നോക്കൂ കേട്ടോ ഫെർട്ടിലൈസർ.